ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഇത് ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മസാലക്കൂട്ടിൽ മീൻ പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 4-5 പീസ് മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് എരിവ് കുറവുള്ളതാണ്, അതിൻ്റെ പേരിലാണ് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങ കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങളൊരല്പം പുളിവെള്ളം, ഒരല്പം മാത്രം പുളിവെള്ളം ചേർത്താലും മതിയാവും. എപ്പോഴും മീൻ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ടൈമിൽ ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരല്പം പുളിവെള്ളം ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കേണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് 1 ടീസ്പൂൺ അളവിൽ നെയ്യ്. അപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതിയാവും, 1 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ നെയ്യ് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണം ഉണ്ടാവും. നമ്മൾ ഈ മീൻ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പേരിലാണ് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മീൻ വറുത്തെടുക്കുന്ന ടൈമിൽ കുറച്ചധികം വെള്ളം മസാലയിൽ ഉണ്ടായിരിക്കണം, എന്നിട്ട് വേണം മീൻ വറുത്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻ പൊരിച്ചെടുക്കാനായിട്ട് എങ്ങനെയും കുറച്ച് സമയം പിടിക്കും. അത്രയും സമയം കൊണ്ട് ഈ മസാലയെല്ലാം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. കുറച്ച് വെള്ളം അതിലുണ്ടെങ്കിൽ അത്രയും സമയം കൊണ്ട് ആ മസാലയൊന്നും കരിഞ്ഞിട്ട് പോയില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ മസാല എല്ലാം മീനിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമ്മളിങ്ങനെ വെച്ചിരിക്കണം. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഓയിൽ എടുത്തിട്ടുള്ളൂ. എപ്പോഴും മീൻ പൊരിക്കുമ്പം കുറച്ച് ഓയിൽ പൊരിച്ചെടുത്താൽ മതിയാവും. ഇതിൽ നിന്നും കുറച്ചാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളിതിലേക്ക് എത്രത്തോളം ഓയിൽ ചേർത്ത് കൊടുക്കുമോ അതിൽ ആ പകുതിയും നമ്മുടെ മീൻ ഇങ്ങനെ വലിച്ചെടുക്കും. അതിൻ്റെ പേരിൽ കുറച്ച് ഓയിൽ പൊരിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ചൂട് ഓയിലിലേക്ക് നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും മീൻ പൊരിക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്ലെയിം ഇച്ചിരി കുറച്ച് വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടും വരുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊന്നും കരിയാതെയും കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഈ മീൻ വറുത്തെടുക്കുന്ന ടൈമിൽ വളരെ കുറച്ച് മാത്രം മസാല ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് മസാല ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പില കൂടിയാണ്. നമ്മൾ ഫസ്റ്റിലെ കറിവേപ്പില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലെല്ലാം കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റിലുമാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
ചെയ്ത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.